Hi, welcome to Coolstock YouTube channel. November 25th Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അക്ഷിത, Yes, ഇന്ന് 25th ട്യൂസ്ഡേ അല്ലേ? അതെ. അപ്പോൾ എക്സ്പയറി ഡേ ആണ്. ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആയ ശേഷം ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. മാർക്കറ്റ് ഓപ്പണായി, ടേബിൾ ആദ്യത്തെ 5 മിനിറ്റ് കഴിയട്ടെ. അതെ. 5 മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് സ്റ്റാറ്റസ്, ടേബിൾ എന്താണ് പറയുന്നത്? അപ്പോൾ 9:20 എന്താണ് ടേബിൾ പറയുന്നത്? മൊത്തം ബെയറിഷ് ആണ്. മൊത്തം ബാരിഷാണ്. ട്രെൻഡ് ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്കാണ്, സീറ്റ സിഗ്മ വോളിയം മൂന്നും നെഗറ്റീവ് ആണ്. സ്കോറോ സീറോ. അപ്പോൾ ഈ ടേബിളിൽ അക്ഷിത എന്താണ് റീഡ് ചെയ്യുന്നത്? 3 റെഡ് ഡോട്ട്സ് ആണ്. എന്താണ് ഇതിലിപ്പം കോളാണോ പുട്ടാണോ വരാൻ സാധ്യത? പുട്ടിനാണ് ചാൻസ്. വെരി ഗുഡ്. ഇങ്ങനെയുള്ളൊരു ടേബിളിൽ പുട്ട് തന്നെ വരുള്ളൂ, പുട്ട് വരാനാണ് ചാൻസ്. അപ്പം നമുക്ക് ഫോർവേഡ് പോയി നോക്കാം, ഏതാ വരുന്നതെന്ന് അറിയണ്ടേ? മുന്നോട്ട് പോയി നോക്കാം. ഈ ടേബിളിൽ ഇപ്പം റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുട്ടിനാണ് ചാൻസ് കാണുന്നത്. ഓരോ 3 മിനിറ്റിലും ആദ്യത്തെ 9 മണി തൊട്ടിട്ട് 9:07 വരെയുള്ള പ്രീ മാർക്കറ്റിലും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 3 മിനിറ്റ് ഉള്ള യെല്ലോ കാൻഡിൽസും മാർക്കറ്റിനെ സ്കാൻ ചെയ്ത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിനെ സ്കാൻ ചെയ്ത് റീഡ് ചെയ്ത നമ്മളുടെ ഇൻഡിക്കേറ്റർ പറയുന്നത് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സമയം 9:25 9:25 എന്താണ് ഒരു മാറ്റം വന്നത്? ഇവിടെ പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആയിട്ടുണ്ട്, സീറ്റ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ആദ്യം ഉള്ളതിൽ നിന്ന് ഒരു മാറ്റം വന്നു, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷായി, സീറ്റ പോസിറ്റീവായി. മെയിൻ ആയിട്ടുള്ള വോളിയം ഇപ്പോഴും നെഗറ്റീവാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോവും ബാരിഷാണ്, ട്രെൻഡ് ബാരിഷാണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്കാണ്, സിഗ്മ വീക്കാണ്, നെഗറ്റീവാണ്. സ്കോറ് 0.3 1.3 എത്തി. നമ്മളുടെ ഇൻഡിക്കേറ്റർ ആൽഫ ഇൻഡിക്കേറ്റർ സിഗ്നൽ ആക്ടിവേറ്റ് ആവുന്നത് 9:29 കാൻഡിൽ ക്ലോസ് ആവുമ്പോൾ. ഇപ്പം സമയത്തിരയായി 9:29. ആൽഫ കാൻഡിൽ ഫോം ചെയ്തു 25,950 CE. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് PE ആയിരുന്നു, വന്നത് CE ആണ്. CE വന്നപ്പം ഇവിടെ ഉള്ള മാറ്റങ്ങൾ എന്താ ഉള്ളത്? വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ആദ്യം തുടക്കത്തിൽ എല്ലാം ബാരിഷ് ആയിരുന്നു, പിന്നീട് അത് പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷായി, സീറ്റ പോസിറ്റീവായി. ആ സ്റ്റാറ്റസിലേക്ക് രണ്ടാമതും തിരിച്ചു വന്നു. സ്കോറ് 1/3 25,950 CE ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്ട്രൈക്കിലേക്ക് പോയി നോക്കാം. സ്ട്രൈക്കിൽ ഈ ടേബിള് ഇപ്പം സ്ക്രീനിൽ കാണുന്ന ടേബിള് സമയം 9:25 ആയിട്ടേ ഉള്ളൂ. നമുക്ക് അറിയുന്നില്ല, നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇൻഡെക്സിൽ സിഗ്നല് സസ്റ്റെയിൻ ആയ ശേഷം 9:29 വന്ന സിഗ്നല് 9:30 സസ്റ്റെയിൻ ആയി കഴിഞ്ഞാലാണ് നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകുന്നത്. സ്ട്രൈക്കിലേക്ക് നമ്മൾ വന്നു. ആ നേരത്ത് 9:30 ക്ലോസ് ആയ കാൻഡിലിൽ ബൈ പ്രൈസ് 58, ടാർഗറ്റ് 65, സ്റ്റോപ്പ് ലോസ് 51. ടേബിൾ എന്താ പറയുന്നത്? സ്ട്രെങ്ത് വീക്ക് ആണ്, ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, POC ബെയറിഷ് ആണ്, സീറ്റ സിഗ്മ വോളിയം മൂന്നും നെഗറ്റീവ് ആണ്, സ്കോർ 0. അപ്പൊ ഇങ്ങനത്തെ ഒരു ടേബിൾ റീഡ് ചെയ്യുന്ന നേരത്ത് 3 സിഗ്നലിലെ 3 ഡോട്ടും റെഡ് തന്നെയാണ്. നമുക്ക് വന്നത് എന്താണ്? CE ആണ്. CEക്ക് അനുകൂലമാണോ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ സ്ട്രൈക്ക്, പ്രത്യേകിച്ച് ഈ സ്ട്രൈക്കിൽ ടേബിൾ മുഴുവൻ റീഡ് ചെയ്യുന്ന നെഗറ്റീവാണ്. അപ്പം ഇവിടെ റിസ്ക് ഉണ്ട്. പിന്നെ ഈ സ്ട്രൈക്ക് നമ്മൾ ഇന്ന് ബൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതിന് നമ്മൾ ആ ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റിന് നമ്മൾ എന്താ നോക്കേണ്ടത്? ബൈ ചെയ്യുന്നത് 58, ടാർഗറ്റ് 65, സ്റ്റോപ്പ് ലോസ് 51. അപ്പം വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ല. 58 ബൈന്ന് 51 സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 7 രൂപേന്റെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. അപ്പം അഥവാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണെന്നുണ്ടെങ്കിൽ 7 രൂപ നമ്മൾ ലോസ് സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇത് ടാർഗറ്റ് ഹിറ്റ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലേക്കും പോവാം.
അതെ. അഥവാ ലോസ് വരികയാണെങ്കിൽ 7 റുപ്യ നമുക്ക് ലോസ് വരുന്നുള്ളൂ. നമ്മൾ എടുക്കാൻ പറയുന്നത് 3 ലോട്ടാണ്. 3 ലോട്ട് എന്ന് പറഞ്ഞാൽ 225 വന്ന് 225 7 റുപ്യൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ 1575 റുപ്യാണ് നമുക്ക് ലോസ് വരാൻ സാധ്യത. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് എടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിന് ഇങ്ങനത്തെ ദിവസങ്ങൾ നമ്മളിപ്പം ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോൾ 15, 16, 19 റുപ്യ ആയിരിക്കും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും. ഇതിന്ന് എക്സ്പയറി ഡേ ആണ്. 7 റുപ്യൻ്റെ ഒരു റിസ്ക് എടുക്കാം. 7 റുപ്യൻ്റെ റിസ്ക് എടുത്താൽ എന്താവും എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പറയുന്ന പോലെ എത്ര മിനിറ്റ് കൊണ്ടാണ് ഇത് നമ്മളെ ബൈ പ്രൈസിലേക്ക് വരേണ്ടത്? ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ബൈ പ്രൈസിലേക്ക് വന്ന് ആക്ടിവേറ്റ് ആയാൽ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. 6-7 മിനിറ്റിലാണ് ബൈ പ്രൈസിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 65% ചാൻസേ ഉള്ളൂ. നേരെ മറിച്ച് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 75%, മിനിമം 75 to 80% സാധ്യത ഉണ്ട്. ഇതിലൊരു 70% നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 5 മിനിറ്റിൽ ഹിറ്റായാൽ തന്നെ 70% നോക്കിയാൽ മതി എന്ന് പറയുന്നത് ടേബിൾ എന്താ കാട്ടുന്നത്? ഫുൾ ബാരിഷാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷാണ്, ഓൾ ഇല്ല, സിഗ്മ സീറ്റ നെഗറ്റീവാണ്, ട്രെൻഡ് നെഗറ്റീവാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്. ഈ സ്ട്രൈക്കിൻ്റെ സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വളരെ വീക്കാണ്. 3 റെഡ് ഡോട്ടാണ്. സ്കോർ 0 ആണ്. അപ്പം ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് എക്സിക്യൂട്ട് ആവുന്ന നമ്മളുടെ ബൈ പ്രൈസിലേക്ക് എത്തിയാൽ തന്നെ ഇത് ടാർഗറ്റ് ഹിറ്റ് ആവുമായിരിക്കും. പക്ഷെ നമ്മൾ എന്നും കാണുന്ന പോലെ ഒരു 75+ 80 ബിലോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള സാധ്യത കുറവാണ്. ഒരു 65 to 70% ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ മുന്നോട്ട് പോയി നോക്കാം എത്ര മണിക്കാണത് എക്സിക്യൂട്ട് ആവാൻ സാധ്യത. ഫസ്റ്റ് മിനിറ്റിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സാധ്യത 65 to 70%ലേക്ക് വന്ന് ടാർഗറ്റ് ഹിറ്റ് ആവാനൊരു ചാൻസ് ഉണ്ട് 7 റുപ്യ, അല്ലെങ്കിൽ 7 റുപ്യ ലോസ് ആവാനുള്ള സാധ്യതയാണ്. നോക്കാം, മുന്നോട്ടേക്ക് പോയി നോക്കുക. വോളിയം ബിൽഡായി ടാർഗറ്റ് ഹിറ്റായി. നമ്മൾ ബൈ ചെയ്തത് ഇവിടെയാണ്. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലിൽ ടാർഗറ്റ് ഹിറ്റായി. ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഇത് ബൈ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി 9:32 ആയപ്പം തന്നെ ടാർഗറ്റ് ഹിറ്റായി. ഇപ്പം ഒരു ഇത് വരും. അതായത് നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചിലപ്പോൾ ഓർഡർ ഇട്ടെടുക്കാൻ പറ്റുമോ? വേണ്ട. അഥവാ നമുക്ക് വന്ന് ഈ ലെവലിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ചെയ്സ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കായിരുന്നു അവിടുന്ന് എടുക്കായിരുന്നു എന്നുള്ള കൺഫ്യൂഷനേ വേണ്ട. ഇത് ഇവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. എത്ര വരെ വന്നിട്ടുണ്ട്? നമ്മളുടെ ബൈ പ്രൈസ് 58 ആണ്. ഇത് എത്ര വരെ വന്ന് അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് സെക്കൻഡ് ക്യാൻഡിൽ കിട്ടായിരുന്നോ. നമ്മൾ ആദ്യത്തെ ക്യാൻഡിലിൽ 9 ഏതാത് 9:29 9:28 25 9:29 ഫോം ചെയ്ത് 9:30 ഓർഡർ എക്സിക്യൂട്ട് ബൈ പ്രൈസിൽ വന്ന് ബൈ പ്രൈസിലേക്ക് വരുമ്പോൾ 58.30 ആണ്. നമ്മളുടെ ബൈ പ്രൈസ് 58 ആണ്. അവിടുന്ന് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഇറങ്ങിയിട്ട് 52 വരെ വന്നിട്ടുണ്ട്. 52 നിന്നാണ് പിന്നെ മേലേക്ക് പോയിട്ട് 58.5 ക്ലോസ് ആവുന്നത്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ആവുന്നത് 56.30 നമ്മളുടെ ടാർഗറ്റ് 65 കറക്റ്റായിട്ട്. ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാത്തവർക്ക് ഇതിൽ കിട്ടും, അല്ലെങ്കിൽ ഇതിലെങ്കിലും കിട്ടും. ഇതിൽ കിട്ടും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഇതിലോ ഇത് എടുത്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എടുക്കാമെന്ന് പറയുന്നത്? ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ സിഗ്നൽ വന്നിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബൈ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇത് സെക്കൻഡ് ക്യാൻഡിലോ തേർഡിലോ കിട്ടിയാൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് 65 to 70% ഉണ്ട്. അത് ആക്ച്വൽ 75 to 80% ആവുമായിരുന്നു. എപ്പം എല്ലാം ഈ ടേബിളിൽ വോളിയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ. ടേബിളിൽ വോളിയം ഇല്ലാത്തത് കൊണ്ട് അത് 65 to 70% ആയിട്ട് കുറഞ്ഞു. ഇവിടെ ടാർഗറ്റ് ഹിറ്റായി. ഇനി മുന്നോട്ടേക്ക് പോകുന്ന നേരത്തെ എന്താ സംഭവിക്കുന്നത്? പിന്നെ കണ്ടിൽ പിന്നെയും
പിന്നെ അതാ മേലേക്കാ പോകുന്നത്. പക്ഷെ ഇവിടെ വോളിയം ഇപ്പോഴും ഇല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്. അതുകൊണ്ടാണ് ഇതാ പിന്നെയും താഴത്തേക്ക് ഇറങ്ങി നമ്മളെ ബൈ പ്രൈസിന്റെ അവിടെ വന്ന് പിന്നെയും മേലെ കയറി പിന്നെയും ടാർഗറ്റ് ഇറ്റാവുന്നത്, പിന്നെയും താഴത്തേക്ക് വരുന്നത്. കാരണം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ഇല്ല, ബാരിഷ് ആണ്, വോളിയം നെഗറ്റീവ് ആണ്, സിഗ്മയും സീറ്റയും നെഗറ്റീവ് ആണ്. ഇപ്പം POC ബുള്ളിഷായി, സീറ്റ പോസിറ്റീവായി, പിന്നെ അതാ നെഗറ്റീവ് ആവുന്നത്. അപ്പം ഇങ്ങനെയുള്ള നേരത്ത് നമ്മൾ ഒരു ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റ് എടുക്കുക. ഓക്കെ, വി വിൽ ബൈ. ഇവിടുന്ന് പിന്നെയും ബൈ ചെയ്യാനൊരു ചാൻസ് വന്ന് ആ ചാൻസിൽ ബൈ ചെയ്ത് ഇവിടെ പിന്നെയും ടാർഗറ്റ് അടിച്ച്. അപ്പം ആദ്യം കിട്ടാത്തവർക്ക് ഇത് പിന്നെയും സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ അത് നമ്മൾ ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടേബിൾ റീഡ് ചെയ്യാൻ പഠിച്ചാൽ ഇത് കുറച്ചും കൂടി എളുപ്പമായി നമുക്ക് ട്രേഡ് കിട്ടും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ടാമത്തെ ചാൻസോ മൂന്നാമത്തെ ചാൻസോ അല്ലെങ്കിൽ നാലാമത്തെ ചാൻസിലോ ഇത് എടുക്കാം എന്ന് പറയുന്നത്, ഇത് നാലാമത്തെ ചാൻസ് വരുമ്പോൾ സമയം എത്രയായി? 9:51 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 9:30 വരുന്ന സിഗ്നലിന്റെ ലാസ്റ്റ് സമയം എത്രയാ? 10 മണി. ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ബൈ പ്രൈസിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ട്രേഡ് അന്ന് ചെയ്യരുത്. ഇത് ആദ്യത്തെ മിനിറ്റിൽ തന്നെ ബൈ പ്രൈസിൽ വന്ന് പിന്നെയും ഒരു ചാൻസ്, ഫസ്റ്റ് ചാൻസ് വന്ന്, സെക്കൻഡ് ചാൻസ് വന്ന്, ഇവിടെ ഈ ചാൻസ് വരുമ്പോഴേക്ക് സമയം 9:51 നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് ഏത് വരെ വന്ന് ഈ ക്യാൻഡലിൽ 51:30 വരെ വന്ന് നമ്മളുടെ ബൈ പ്രൈസ് 58 ഈ ക്യാൻഡലിൽ എക്സിക്യൂട്ട് ആവും. 9:51 ക്യാൻഡിൽ എക്സിക്യൂട്ട് ആവും, 52, 53 ടാർഗറ്റും അടിക്കും. അപ്പം ഇന്നത്തെ ട്രേഡിൽ ഇങ്ങനെയായിരുന്നു ട്രേഡ് എടുക്കേണ്ടത്. അത് ബൈ പ്രാക്ടീസ്, അത് സ്കില്ലാണ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ടേബിളിനെ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലായി തുടങ്ങും. അങ്ങനെ എടുക്കുന്ന നേരത്താണ് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറും. ഇത് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. റീഡ് ചെയ്യുന്നിടത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ഉണ്ട്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷാണ്, വീക്കിന്ന് മീഡിയമായി, വോളിയം ബിൽഡായിട്ടില്ല. വോളിയം ബിൽഡാവാത്തതുകൊണ്ട് നമ്മൾ വളരെ ഇനിയും ഇത് 10 കയറും 20 കയറും 30 കയറും എന്ന് പറഞ്ഞിട്ടൊന്നും കാത്തു നിൽക്കരുത്. ബുക്ക് യുവർ പ്രോഫിറ്റ് ദർ, അന്ന് പ്രോഫിറ്റിൽ എക്സിറ്റ് അടിക്കുക എന്നുള്ളതാണ്. ഓക്കെ അക്ഷിത. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.